നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രേക്ഷകർ സജീവമായി തന്നെ ഇപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട്. അഞ്ജന, PR നന്ദനൻ, ലിനീഷ് ബാബു, ആമിന, എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. തിരിച്ചെല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആദ്യ വാർത്തയിലേക്ക് കടക്കുന്നു. പ്രതിക്ക് പോലീസിന്റെ ഒത്താശ. 24 ബിഗ് ബ്രേക്കിംഗ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാജ്യം വിട്ടു. രാഹുൽ പി ഗോപാൽ ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസിന്റെ ഒത്താശയോടെയാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്ന് നവവധുവിന്റെ കുടുംബം ആരോപിച്ചു. കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പ്രതി രാഹുൽ രാജ്യം വിട്ടുകഴിഞ്ഞു. ഒരു കാര്യം വ്യക്തം, രാഹുലിന് രാജ്യം വിടാനായത് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടും വരെ പോലീസ് അനങ്ങാപ്പാറ നയത്തിലായിരുന്നു എന്നതും വ്യക്തം. പ്രതിയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമെന്ന് പോലീസ് അവകാശപ്പെടുന്നതിനിടെയാണ് ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് രാഹുൽ കടന്നു കളഞ്ഞത്. ഇതോടെ രാഹുലിന് പന്തീരങ്കാവ് സ്റ്റേഷനിലെ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ടെന്ന നവവധുവിന്റെ കുടുംബത്തിന്റെ വാദം ബലപ്പെടുകയാണ്. മർദ്ദനമേറ്റെന്ന പരാതിയുമായി യുവതിയും കുടുംബവും സ്റ്റേഷനിലെത്തിയത് ഈ മാസം 12-ന്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതോടെ യുവതി ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. യുവതിയുടെ നെറ്റിയിലും കഴുത്തിലും ചുണ്ടിലും പരുക്കുകളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടറുടെ കുറിപ്പടി. എന്നിട്ടും വധശ്രമത്തിന് കേസെടുക്കാൻ വൈകിയതാണ് പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. രാഹുൽ വിദേശത്തേക്ക് രക്ഷപ്പെട്ടത് പോലീസിന്റെ സഹായത്തോടെയെന്ന് നവവധുവിന്റെ അമ്മ. ഇവൻ സത്യസന്ധനാണെങ്കിൽ അവന് നേരെ നിന്ന് ഫൈറ്റ് ചെയ്തൂടെ? ഇവൻ എന്തുകൊണ്ട് ഒളിച്ചോടി? അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കള്ളനാണെന്ന് നമുക്ക് മനസ്സിലായല്ല. ഇതിന് മുഴുവൻ ഒത്താശ ചെയ്തേക്കുന്നത് പന്തീരങ്കാവ് പോലീസുകാരാണ്. അവരാണ് ഇതിന് മുഴുവൻ ശരിക്കും ഒരു തോക്ക് നിങ്ങൾ എന്റെ കയ്യിൽ തരുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലും. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള തീരുമാനം. ഫറോക്ക് ACP സജു കെ എബ്രഹാമിനാണ് അന്വേഷണ ചുമതല. ആരോപണം നേരിട്ട പന്തീരങ്കാവ് CI AS സരിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് നീക്കി. വീഴ്ച അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ADGP MR അജിത് കുമാർ നിർദ്ദേശം നൽകി. സ്വതന്ത്രവും നീതിയുക്തവുമായ നടപടി തേടിയാണ് ഓരോരുത്തരും പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. എന്നാൽ പന്തീരങ്കാവ് കേസിലെ പെൺകുട്ടിക്ക് പോലീസിൽ നിന്ന് അത് ലഭിച്ചില്ലെന്നുറപ്പ്. പ്രതി വിദേശത്തേക്ക് കടന്നതിലുൾപ്പെടെ പോലീസിന്റെ പങ്കെന്ത് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടത്തിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. പ്രതിക്ക് പോലീസ് സഹായം കിട്ടിയെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. വിനോദ് കുമാർ V പറയുന്നു, പ്രതി രക്ഷപ്പെടാൻ പോലീസ് സഹായം ലഭിച്ചെങ്കിൽ അഭിനന്ദനങ്ങൾ. ആർക്ക്? DGP എന്തു പറയുന്നു ചോദിക്കൂ എന്നാണ് വിനോദ് കുമാർ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത്. പന്തീരാങ്കാവിലെ ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുൽ P ഗോപാൽ വിവാഹ തട്ടിപ്പ് വീരൻ എന്ന് സൂചന. കഴിഞ്ഞ വർഷം മറ്റൊരു യുവതിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവന്നു. യുവതി പോലീസിൽ പരാതി നൽകി. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയുമായുള്ള വിവാഹം കഴിഞ്ഞ വർഷമാണ് രാഹുൽ P ഗോപാൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ മെയ് 5-ന് വിവാഹം നടത്താമെന്ന ധാരണയിലായിരുന്നു രജിസ്റ്റർ വിവാഹം. സ്ത്രീധനം ആവശ്യപ്പെട്ട സമ്മർദ്ദം ചൊലുത്തിയതോടെ യുവതി വിവാഹമോചനം തേടി. വിവാഹമോചന നടപടികൾ കോടതിയിൽ പുരോഗമിക്കവെയാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള രാഹുലിന്റെ വിവാഹം. ഇക്കാര്യം മറച്ചുവെച്ചെന്ന പറവൂരിലെ പെൺകുട്ടിയുടെ കുടുംബം. ഈ കല്യാണത്തിന് ശേഷമാണ് 2 എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ എൻഗേജ്മെന്റ് രണ്ടും അത് പിന്നീട് ഈ പെണ്ണിന്റെ ആളുകൾ അന്വേഷിച്ചപ്പോൾ ഇവൻ ഒരു ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതൊഴിഞ്ഞത് എന്നാണ്. ഇപ്പൊ ഇന്നലെ കോട്ടയത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഒരു ചാനലിന്റെ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിരുന്നു ഈ പെൺകുട്ടി. അപ്പോൾ അത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. പക്ഷെ അത് പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ ഇയാളൊരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് ഒഴിവാകുകയാണ് ചെയ്തത്. എറണാകുളം സ്വദേശിനിയും രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി രാഹുൽ കബളിപ്പിച്ചെന്നാണ് ആരോപണം. രേഖാമൂലം പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എറണാകുളത്തെ യുവതി. നിയമപരമായി വിവാഹമോചനം നേടാതെയുള്ള 2ാം വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഗുരുതര കുറ്റകൃത്യമാണ്. 24 കൊച്ചി. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പെൺകുട്ടിയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന പ്രതി രാഹുൽ P ഗോപാലിന്റെ മാതാവ്. രാഹുൽ ഇതിനു മുൻപ് വിവാഹിതനായിരുന്ന കാര്യം പെൺകുട്ടിയെയും കുടുംബത്തെയും അറിയിച്ചിരുന്നു. അതേസമയം രാഹുലിന്റെ മാതാവിനെ തള്ളി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. പോലീസ് നടപടിയെ വനിതാ കമ്മീഷൻ വിമർശിച്ചു.
പന്തീരാങ്കാവിൽ ഭർതൃവീട്ടിൽ നേരിട്ട കൊടും ക്രൂരതകൾ പെൺകുട്ടിയും കുടുംബവും വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് കേസിലെ പ്രതിയായ രാഹുലിന്റെ മാതാവിന്റെ പ്രതികരണം. പെൺകുട്ടിയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല. രാഹുൽ ഇതിനു മുൻപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്ന കാര്യം പെൺകുട്ടിക്കും വീട്ടുകാർക്കും അറിയാമായിരുന്നുവെന്നും മാതാവ് പറയുന്നു. മോന് കല്യാണമായിട്ട് കഴിച്ചത് ഈ കുട്ടീനെയാണ്. കോട്ടയത്തുനിന്ന് നിശ്ചയം കഴിഞ്ഞതാണ്. ഈ രണ്ട് കാര്യം അമ്മയ്ക്കറിയാം. രാഹുലിന്റെ മാതാവ് പറയുന്നതെല്ലാം പച്ചക്കള്ളമെന്ന് പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. രാഹുൽ മുൻപ് വിവാഹം കഴിച്ചിരുന്ന കാര്യം അറിയാമായിരുന്നുവെങ്കിൽ തന്റെ മകളുമായുള്ള വിവാഹം നടത്തില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ 2 എൻഗേജ്മെന്റ് നടന്നതാണെന്നും പിന്നീട് ആ കുട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. കേസിൽ പന്തീരാങ്കാവ് പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് വനിതാ കമ്മീഷനും രംഗത്തെത്തി. ഭർത്താവുമായിട്ട് ഒത്തുപോകണം, രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. രാഹുലിന്റെ മാതാവിനും സഹോദരിക്കുമെതിരെയും കേസെടുക്കണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം. രാഹുൽ കോഴിക്കോട് തന്നെയുണ്ടെന്നും കോടതിയിൽ ഹാജരാകുമെന്നും മാതാവ് ഉഷ വ്യക്തമാക്കി. രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും നടപടി വേണമെന്നാണ് പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാനല്ല പോലീസ് ശ്രമിച്ചത്, പകരം പ്രതിയെ സംരക്ഷിക്കാനായിരുന്നുവെന്നും ആരോപണമുണ്ട്. വിനീത VG 24 കൊച്ചി. അപ്പോൾ കേരളത്തിൽ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിരിക്കുന്നു. മെർലിൻ ജെറോം പറയുന്നു, ഈ നാട്ടിൽ ഒരിരയ്ക്കും നീതി കിട്ടില്ല എന്ന് പറയുന്നു. ആത്മകഥമായിട്ട് അത് രേഖപ്പെടുത്തുകയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക് എന്നുള്ള അക്കൗണ്ടിൽ എന്ന് പറയുന്നു. സ്ത്രീധന പീഡനത്തിൽ ഗവർണറുടെ പ്രസ്താവന എന്തേ വരാത്തത് എന്നാണ് ആ അക്കൗണ്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെ സജീവമായി ചർച്ചയാകുന്ന വിഷയം എന്നതാണ്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കിടക്കുന്നു. ഓപ്പറേഷൻ ആഗ്. തിരുവനന്തപുരത്തേക്കാണ്. അവിടെ വീണ്ടും ഗുണ്ടാ വിളയാട്ടം. വെള്ളറട അമ്പൂരിയിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിക്കും ഭർത്താവിനും മർദ്ദനമേറ്റു. ആറുകാണി സ്വദേശിയായ പാസ്റ്ററെ അക്രമി സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചോദ്യം ചെയ്ത നാട്ടുകാരെയും ജീവനക്കാരെയും സംഘം കയ്യേറ്റം ചെയ്തു. അക്രമി സംഘത്തിലെ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. ഇന്നലെ രാത്രി 9:30യോടെയാണ് ആക്രമം. വെള്ളറട സ്വദേശിയും കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയുമായ സരിതയെയും ഭർത്താവ് രതീഷിനെയും തടഞ്ഞു നിർത്തി ഗുണ്ടാസംഘം മർദ്ദിക്കുകയായിരുന്നു. ബൈക്കിൽ മടങ്ങുകയായിരുന്നു ഇരുവരും. മർദ്ദനശേഷം രതീഷിന്റെ മൊബൈൽ ഫോൺ പ്രതികൾ തട്ടിയെടുത്തു. അതിൽ ഒരാൾ ഈ ചെകിട്ടിൽ ഒറ്റയടി, മറ്റവൻ ഉടനെ കയ്യിൽ നിന്ന് ഒരു വാളെന്തോ ആണ്, ഒരു വാള് പോലത്തെ ഒരു നീളമുള്ള ഒരു ആയുധം, വാളെന്തോ എടുത്ത് ഫോൺ എന്ന് പറഞ്ഞ് ഫോണിനെ പിടിച്ചു വാങ്ങി. ആ വെട്ടുകത്തി ഉണ്ടായിരുന്നത് ആ വെട്ടുകത്തിയുടെ മാറ് വെച്ച് ഇവിടെ അരിച്ചു. ഭാര്യയുടെ മുടിയിൽ കയറി ചുറ്റിപ്പിടിച്ചിട്ട് ഈ നഖം കൊണ്ട് ഇവിടെ മുറിഞ്ഞു വീഴാൻ പോയി. ഞാൻ നല്ല സ്പീഡായിട്ട് ഓടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവരുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് ഹസ്ബൻഡിനെ അവർ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ ഒത്തിരി അടിക്കുകയൊക്കെ ചെയ്തു. തിരിച്ച് എൻ്റെ ബൈക്കെടുത്ത് വരാൻ നിന്നപ്പോൾ എൻ്റെ തലമുടിയെ പിടിക്കുകയും ഷോൾഡറിൽ അടിക്കുകയും. പിന്നാലെ എത്തിയ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരൻ അഭിലാഷ്, വെള്ളറട സ്വദേശി വിജിൽ എന്നിവർക്കും മർദ്ദനമേറ്റു. വിജിലിന്റെ ബൈക്ക് ഗുണ്ടാസംഘം കൊണ്ടുപോയി. വാളുമായി എൻ്റെ തലയിൽ വെട്ടുകയാണ് ഉണ്ടായത്. ഹെൽമെറ്റിൽ വെട്ടി, തലയിലെ വെട്ടി ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ബൈക്കിലൊന്ന് മറിച്ചിടുകയും എൻ്റെ ബൈക്ക് കൈവശപ്പെടുത്തുകയും ചെയ്തു. ആക്രമണം ചോദ്യം ചെയ്ത സമീപവാസി ജയകുമാറിന്റെ വീട് സംഘം അടിച്ചു തകർത്തു. വീട്ടിനകത്ത് കയറിയപ്പോൾ ഭാര്യ അങ്ങ് കഥ അടച്ചപ്പോൾ അവർ വെട്ടുകത്തി വാള് എല്ലാം കൂടെ കൊണ്ടുവന്ന് വീടും പൊളിച്ച് പിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച് ജനലും ഭാഗം കഥ എൻ്റെ വണ്ടി അടിച്ചു പൊട്ടിച്ച്. വണ്ടിയിൽ സ്ഥലം പൈസ ഉണ്ടാകും അതിനെ എടുത്തുള്ളൂ. ആറുകാണി സ്വദേശിയായ പാസ്റ്റർ അരുൾദാസിനെ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഘത്തിലുണ്ടായിരുന്ന 17-കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. രക്ഷപ്പെട്ട മറ്റുള്ളവർക്കായി വെള്ളറട പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 തിരുവനന്തപുരം. രാജേന്ദ്രൻ വയല പറയുന്നുണ്ട്, സാക്ഷര സാംസ്കാരിക കേരളം ക്രിമിനൽ നാടാകുന്നു. വിമോചനം, ബോധവൽക്കരണം അനിവാര്യമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗുണ്ടകളെ പിടികൂടാൻ ഓപ്പറേഷൻ ആഗ് വീണ്ടും ആരംഭിച്ചു പോലീസ്. ക്രിമിനലുകളെയും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരെയും കണ്ടെത്താൻ ഇന്ന് പുലർച്ചെ മുതൽ സംസ്ഥാന വ്യാപക പരിശോധന തുടങ്ങി. സംസ്ഥാനം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. തലസ്ഥാന നഗരത്തിലെ കരമനയിൽ പട്ടാപ്പകൽ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം. എറണാകുളത്ത് 1.5 ആഴ്ചക്കിടെ നടന്ന 7ഓളം അക്രമ സംഭവങ്ങൾ. പോലീസ് വീഴ്ചയെന്ന് പ്രതിപക്ഷം ആക്ഷേപമുയർത്തിയതോടെയാണ് ഗുണ്ടകളെ പിടിച്ചുകെട്ടാൻ പോലീസ് പരിശോധന ആരംഭിച്ചത്. പുലർച്ചെ 5 മണി മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പരിശോധന ആരംഭിച്ചു.
കാപ്പ ചുമത്തി നാടുകടത്തിയിട്ടും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്നവർ, ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ, ഇവരെയൊക്കെ കണ്ടെത്തുകയാണ് പോലീസ് ലക്ഷ്യം. കൂടാതെ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയിൽ കാപ്പ ചുമത്തി നാടുകടത്തിയ ഗുണ്ടാ നേതാവിനെ നേമത്ത് നിന്നും പിടികൂടി. ഈ ആന്റി സോഷ്യൽസ് ഗുണ്ടാസിന്റെ എതിരെ ഒരു കൺസേർട്ടഡ് ആക്ഷൻ ഉണ്ടാവണമെന്ന ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണി തൊട്ട് ഈ ആന്റി സോഷ്യൽസിന്റെ ചെക്കിങ്ങും അവരുടെ വീടുകളുടെ റെയ്ഡ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ആവും. ഈ ആക്ഷൻ അടുത്ത 10 ദിവസത്തേക്ക് കണ്ടിന്യൂ ആവും. അതേസമയം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നാടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. പോലീസ് നോക്കുകൂത്തിയാണ്. കാരണം വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ്. ആർക്കും പണമുണ്ടെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരുടെയും കൈയും കാലും വെട്ടാനും ആരെയും വീട് കയറി ആക്രമിക്കാനും നടക്കും. 10 ദിവസം തുടർച്ചയായി പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ ഗുണ്ട ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ദിവസങ്ങളിൽ പരിശോധന നടത്തും. 24 തിരുവനന്തപുരം. ഒരു പ്രതികരണം വരുന്നുണ്ട്. ഞാൻ മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച ജെറിനാണ്. സംസ്ഥാനത്തെ ഭിന്നശേഷി പെൻഷൻ കഴിഞ്ഞ ഡിസംബർ മുതൽ കുടിശ്ശികയാണ്. ഇലക്ഷൻ കഴിഞ്ഞതോടെ പെൻഷൻ തരാനുള്ള താല്പര്യം നിലച്ച മട്ടാണ് എന്ന് ജെറിൻ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അരുൺ ജി മുട്ടട ഒരു കാര്യം പറയുന്നുണ്ട്. സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന പലയിടങ്ങളിലും വൃത്തിഹീനമായ ചുറ്റുപാടുണ്ട്. ഇപ്പോൾ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശമായി പറയുന്നത്. സംസ്ഥാനത്ത് വീണ്ടും റെയിൽവേ TTEക്ക് മർദ്ദനം. ബിലാസ്പൂർ എറണാകുളം എക്സ്പ്രസിലെ TTE അരുൺകുമാറിനാണ് മർദ്ദനമേറ്റത്. ശുചിമുറി വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടതിനാണ് റെയിൽവേയിലെ കരാർ ജീവനക്കാരൻ അരുൺകുമാറിനെ ആക്രമിച്ചത്. ഇന്നലെ വൈകിട്ട് ട്രെയിൻ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് യാത്ര പുറപ്പെട്ടതിന് പിന്നാലെയാണ് സംഭവം. വൃത്തിഹീനമായി കിടന്നിരുന്ന ശുചിമുറി വൃത്തിയാക്കാൻ TTE അരുൺകുമാർ കരാർ ജീവനക്കാരനായ പ്രതി റിമോൻ ഗ്രിത്തലറിനോട് ആവശ്യപ്പെട്ടു. വൃത്തിയാക്കാതിരുന്നത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. മർദ്ദനത്തിൽ അരുൺകുമാറിന്റെ മുഖത്ത് പരിക്കേറ്റു. പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി റിമോനെ RPF കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് പ്രതിയെ കോയമ്പത്തൂർ RPFന് കൈമാറി. 24 പാലക്കാട്. ഇനി നമ്മൾ ആ വാർത്തയിലേക്ക് കടക്കുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാര്? കാസർഗോഡ് നിന്നാണ് ഈ വാർത്ത. കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടന്ന് 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്നു. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ നിലയിൽ സമീപത്തെ വയലിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. പെൺകുട്ടി നിലവിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിൽ വീട്ടിൽ നിന്ന് പുലർച്ചെ 2:30യോടെയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എന്നത്തെയും പോലെ മുത്തച്ഛനൊപ്പമാണ് കുട്ടി ഉറങ്ങിയത്. പുലർച്ചെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ തൊഴുത്തിലേക്ക് പോയ സമയത്താണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. തുടർന്ന് വീടിന് 1 കിലോമീറ്റർ അകലെ ഞാണിക്കടവ് വയൽ പ്രദേശത്ത് കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു. 8 വയസ്സുകാരിയുടെ സ്വർണ്ണക്കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ മുഖത്തും കഴുത്തിലും പരിക്കേറ്റിട്ടുണ്ട്. മുഖം മറച്ചെത്തിയ മലയാളം സംസാരിക്കുന്നയാളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കുട്ടി പറഞ്ഞിരുന്നുവെന്ന് രക്ഷപ്പെടുത്തിയ യുവതി. ഞാൻ വാതിലുറന്നിട്ട് നോക്കുമ്പോൾ കുഞ്ഞാടി ഇരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ച് മോളെ ഇങ്ങോട്ട് ബാ. പൊത്തിയൊരു മാമൻ വന്നിട്ട് എന്നെ എടുത്തിട്ട് കൊണ്ടുപോയത്. എന്നെ കണ്ടത്തിലിട്ടിട്ട് എന്തെല്ലോ ചെയ്തിന്. എൻ്റെ കമ്മലെല്ലാം ഊരിയിട്ട് കൊണ്ടുപോയി. ഞാൻ വെള്ളമെല്ലാം കൊടുത്ത് ആ കുഞ്ഞിൻ്റെ അച്ഛനെ അവർ വിളിച്ചിട്ട് ആൾക്കാർ വന്നിട്ട് കുട്ടിയിട്ട് കൊണ്ടുപോയി. മുഖം മൂടിയിരുന്ന് തന്നെ മാമൻ മുഖം മറിച്ചിട്ടുണ്ടായെന്ന് തന്നെ പറഞ്ഞത്. മുൻവശത്തെ വാതിലിലൂടെ എത്തിയ പ്രതി അടുക്കള വാതിലിലൂടെയാണ് കുട്ടിയെ കടത്തിയത്. ഞാൻ 2 മണിക്ക് സാധാരണ ഉറങ്ങിണിക്കലുണ്ട്. അത് ഇങ്ങോട്ട് ആലിൽ വന്ന് ചാണകം വാരി വൃത്തിയാക്കി പശുവിനെ കറന്ന് പാലെല്ലാം കൊണ്ട് വെച്ചിട്ട് നമ്മൾക്ക് കുഞ്ഞിനെ കാണുന്നത്. അതായത് 3 മണി 3:30 ഉള്ളിൽ സംഭവം നടന്നു. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് 50-10 രൂപകളുടെ നോട്ടുകൾ പോലീസ് കണ്ടെടുത്തു. കുട്ടിയുടെ വീടിനെ സംബന്ധിച്ച് അറിയാവുന്നയാൾ തന്നെയാണ് പ്രതിയെന്ന നിഗമനത്തിലാണ് പോലീസ്. 24 കാസർഗോഡ്. പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ആരാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് അറിയുന്നതിന് വേണ്ടി. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ ഷെഡ്യൂളിൽ മാറ്റം വന്നിരിക്കുന്നു. സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറച്ച് മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ ദുബായിലെത്തി. 20-ാം തീയതിയോടെ കേരളത്തിൽ തിരികെ എത്തും എന്ന് മന്ത്രിസഭാ യോഗത്തെ മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനം എടുത്തില്ല. മെയ് 8 മുതൽ 12 വരെ ഇന്തോനേഷ്യയിലും 12 മുതൽ 18 വരെ സിംഗപ്പൂരിലും 19 മുതൽ 21 വരെ ദുബായിലും സന്ദർശിക്കാനായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറച്ച മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ദുബായിലെത്തി. അവിടെ നിന്നാണ് ഓൺലൈനായി മുഖ്യമന്ത്രി ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തത്. 20-ാം തീയതിയോടുകൂടി കേരളത്തിൽ തിരികെ എത്തുമെന്ന്
മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കൂടി ദുബായിലുണ്ടെങ്കിലും ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല. അതേസമയം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തില്ല. മുഖ്യമന്ത്രി തിരികെ എത്തിയതിന് പിന്നാലെ മന്ത്രിസഭായോഗം ചേർന്ന നിയമസഭ വിളിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് കൈമാറും. ജൂൺ 10 മുതൽ ജൂലൈ അവസാനം വരെ സഭാ സമ്മേളനം ചേരാനാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് വിചാരണയ്ക്കായി ആലപ്പുഴയിൽ പ്രത്യേക കോടതി ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. 24 തിരുവനന്തപുരം. അടുത്ത വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ഡൽഹി പോലീസിന് തിരിച്ചടി. ന്യൂസ് ക്ലിക്ക് കേസിൽ ഡൽഹി പോലീസിന് തിരിച്ചടി. എഡിറ്റർ പ്രബീർ പുരകായസ്ഥയെ വിട്ടയക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ്. അറസ്റ്റും റിമാൻഡും സുപ്രീം കോടതി അസാധുവാക്കി. ന്യൂസ് ക്ലിക്കിലേക്ക് ചൈനീസ് ഫണ്ട് എത്തിയെന്നായിരുന്നു ഡൽഹി പോലീസിന്റെ FIR. UAPA കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്ത് ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്ഥ നൽകിയ ഹർജിയിലാണ് ഡൽഹി പോലീസിന് കനത്ത തിരിച്ചടിയേറ്റത്. UAPAയ്ക്കൊപ്പം ക്രിമിനൽ ഗൂഢാലോചന, സമൂഹത്തിൽ സ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയാണ് പ്രബീർ പുരകായസ്ഥയെ 2023 ഒക്ടോബർ 3 ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന്റെ കാരണം പുരകായസ്ഥയെ അറിയിച്ചിട്ടില്ല എന്നത് അറസ്റ്റിനെ ദുർബലമാക്കുന്നുവെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. പുരകായസ്ഥയുടെ അറസ്റ്റും റിമാൻഡും സുപ്രീം കോടതി അസാധുവാക്കി. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ ഉടൻ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. വീണ്ടും അറസ്റ്റ് എന്ന കാര്യത്തിൽ നിയമപരമായി നടപടി സ്വീകരിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിട്ടയക്കുന്നതിലെ നിബന്ധന വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞു. 3 ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നായി 115 കോടിയോളം രൂപ ന്യൂസ് ക്ലിക്കിലേക്ക് എത്തിയെന്നാണ് EDയുടെയും ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെയും കണ്ടെത്തൽ. ചൈനീസ് അനുകൂല പ്രചാരണത്തിന് അമേരിക്കൻ വ്യവസായി നെവിൽ റോയ് 38 കോടിയോളം രൂപ ഫണ്ടിംഗ് നടത്തിയെന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. 24 ഡൽഹി. നമ്മൾ നേരത്തെ നൽകിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്തയുമായി ബന്ധപ്പെട്ട ആശ പറയുന്നത് എങ്ങനെയാണ്? കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അറിയുന്ന ആരോ ആയിരിക്കും, അല്ലെങ്കിൽ ഇത്ര കൃത്യമായി എങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പറയുന്നത് അഭിപ്രായമായി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് പോകുന്നു. മിന്നൽ പണിമുടക്കുമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തെ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവേഴ്സ്. ആശുപത്രി വളപ്പിൽ നിന്ന് സ്വകാര്യ ആംബുലൻസുകൾ ഒഴിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. മിന്നൽ സമരത്തെ തുടർന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും വലയുകയാണ്. കുറച്ച് മുമ്പ് തന്നെ, ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അവിടുത്തെ PTA കമ്മിറ്റികളടക്കം എടുത്ത തീരുമാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തീരുമാനപ്രകാരം ഇവർ ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളുടെ സ്റ്റാൻഡ് അവിടെ നിന്ന് മാറണം എന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഞങ്ങളത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പോയി സെക്രട്ടറിയേറ്റ് കണ്ട് ലെറ്റർ കൊടുത്തതാണ്. കലക്ടർ പോയി കണ്ടതാണ്. സ്റ്റാൻഡ് മാറാൻ ഞങ്ങളും തയ്യാറാണ്. ഒരു മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ അകത്ത് പ്രൈവറ്റ് വാഹനങ്ങൾ നിർത്തി ഓടാൻ പാടില്ല എന്ന് ഞങ്ങളാരും പഠിപ്പിച്ചു തരുമെന്ന് മടാക്കാൻ ഞങ്ങൾക്കറിയാം. അപ്പോൾ പകരം ഒരു സംവിധാനം, ഇത് എന്താ പറയുക, വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓടുന്ന സാധനമല്ലല്ലോ ഈ ആംബുലൻസ്. ഷഹദ് റഹ്മാനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. ഷഹദ്, ഈ പ്രശ്നപരിഹാരം ഉടൻ പ്രതീക്ഷിക്കാമോ? ഉടനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. കാരണം ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായിട്ട് ഉള്ളതാണ്. വർഷങ്ങളായിട്ട് ഈ ആംബുലൻസ് ഈ ആശുപത്രി വളപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം രോഗികൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും അവർക്ക് വിളിക്കാനും ഒക്കെ ആവശ്യത്തിനായി. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ആംബുലൻസ് ഇവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യം ആശുപത്രി മാനേജ്മെന്റ് അല്ലെങ്കിൽ ആശുപത്രി ഉന്നയിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് പോലീസ് ഇവരോട് ഇത് ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ നിർദ്ദേശിക്കുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ വലിയൊരു സന്നാഹം പോലീസ് എത്തുകയും ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ നിർബന്ധിക്കുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമാവുകയും ഏകദേശം 8ഓളം വരുന്ന ആംബുലൻസ് ഡ്രൈവർമാരെ ഇതിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ വലഞ്ഞിരിക്കുന്നത് ഈ മൃതദേഹവുമായിട്ട് ഇപ്പോൾ ഉള്ള ആളുകളാണ്. കാരണം നിരവധി പോസ്റ്റ്മോർട്ടങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷം മൃതദേഹം കൊണ്ടുപോകാനാകാതെ നിരവധി ആളുകളാണ് ഇപ്പോൾ ആശുപത്രി നിലയ്ക്ക് അവിടെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു, ദുരിതം നിലനിൽക്കുന്നുവെന്നാണ് ഷഹദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത വാർത്തയിലേക്ക്. കാസർഗോഡ് കാറെടുക്ക സഹകരണ സംഘം തട്ടിപ്പ് കേസിലെ പ്രതി K. രതീഷിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് പരാതി നൽകുന്നതിലെ കാലതാമസം. ഏപ്രിൽ 30 രതീഷിന്റെ ആദ്യ തട്ടിപ്പ് കണ്ടെത്തിയിട്ടും 2 ആഴ്ച കഴിഞ്ഞാണ് പോലീസിൽ പരാതി ലഭിച്ചത്. സഹകരണ സംഘത്തിലെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കും. കാറെടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സഹകരണ വകുപ്പ് ഏപ്രിൽ 30 നടത്തിയ ഓഡിറ്റിംഗിലാണ് K. രതീശൻ നടത്തിയ ആദ്യ തട്ടിപ്പ് കണ്ടെത്തിയത്.
അന്ന് തന്നെ ഭരണസമിതിയെ വിവരം രേഖാമൂലം അറിയിച്ചെങ്കിലും പോലീസിൽ പരാതി നൽകിയില്ല. പകരം മെയ് 13-നുള്ളിൽ മുഴുവൻ പണവും തിരിച്ചടയ്ക്കാൻ രതീശന് ഭരണസമിതി സാവകാശം നൽകി. അവധിയിൽ പോകാനും നിർദ്ദേശിച്ചു. ഈ അവധിയിലിരിക്കെ മെയ് 9-ന് സഹകരണ സംഘത്തിലെത്തിയാണ് രതീശൻ ലോക്കർ തുറന്ന് സ്വർണമെടുത്തത്. രതീശന് രക്ഷപ്പെടാനുള്ള അവസരം ഭരണസമിതിയും പാർട്ടിയും നൽകിയെന്നത് വ്യക്തം. ചില പുഴുക്കുത്തുകൾ സഹകരണ പ്രസ്ഥാനത്തിലുണ്ട്. ആ പുഴുക്കുത്തുകളെ എടുത്ത് കളയാതെ സഹകരണ പ്രസ്ഥാനം നന്നാവത്തില്ല. കാര്യം ഇത് ചില ആളുകളുടെ കറവ പശുവായി മാറിയിരിക്കുന്നു സഹകരണ പ്രസ്ഥാനം. അതിനകത്ത് ഒരു ശുദ്ധികലശം നടത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് 31-ന് നടത്തിയ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷന്റെ റിപ്പോർട്ടിൽ സ്വർണ്ണപ്പണയ വായ്പയ്ക്ക് തുല്യമായ സ്വർണം ലോക്കറിൽ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. എന്നാൽ ജനുവരി മുതൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രസിഡന്റ് സൂപ്പി പോലീസിൽ നൽകിയ പരാതി. എങ്കിൽ എന്തുകൊണ്ട് മാർച്ചിലെ പരിശോധനയിൽ തട്ടിപ്പ് കണ്ടെത്താനായില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 24 കാസർഗോഡ്. അപ്പോൾ അത്തരത്തിൽ പരാതി നൽകാൻ വൈകിയത് രക്ഷപ്പെടാൻ അവസരം ഒരുക്കി എന്നുള്ള തരത്തിൽ വിമർശനം ഉയരുമ്പോഴാണ് റീന സതീശൻ പറയുന്നത് പണമുള്ളവരെ രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾസ് ആണ് നമ്മുടെ നിയമത്തിൽ ഉള്ളത് എന്നാണ്. ഈ അടുത്ത കാലത്തുണ്ടായ ഒരുവിധം കേസുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്ന കമന്റ് റീന സതീശന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നമ്മളിനി മഴ മുന്നറിയിപ്പിലേക്കാണ് കടക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, എങ്ങനെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? ഉന്മേഷ, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. വേനൽ മഴ സജീവമാകും. അത് പരക്കെ സംസ്ഥാനത്തുടനീളം സജീവമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് യെല്ലോ അലർട്ട്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിച്ചേക്കാം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലും കൂടുതൽ തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലെയും ജില്ലകളിൽ കൂടുതൽ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും രാത്രിയും ഒക്കെ തുടരുന്ന തരത്തിൽ ആയിരിക്കും മഴ സാധ്യത. അതും ഇടിമിന്നലും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത ഈ ഘട്ടത്തിൽ പുലർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ഈ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടലിനൊക്കെ സാധ്യത ആ മേഖലയിൽ കൂടുതലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ സാധ്യത കൂടുതലാണ്. അതിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഉന്മേഷ്. ശരി അലക്സ്. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ഇപ്പോൾ മനേഷ് മൂർത്തി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആന്ധ്രയിൽ കൊലപാതക ശ്രമം. TDP സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ ഭൂമ അഖിലപ്രിയയുടെ ബോഡി ഗാർഡിന് നേരെ വധശ്രമം. നിഖിലിന് നേരെയാണ് വധശ്രമം ഉണ്ടായത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നുവെന്നാണ് മനേഷ് മൂർത്തി റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണം ജലസേചന വകുപ്പ് ജീവനക്കാരുടെ അശ്രദ്ധയെന്ന് LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി. ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പിന് ഭരണസമിതി കത്ത് നൽകും. രോഗം ബാധിച്ചവർക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ധനസമാഹരണം ആരംഭിച്ചു. വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥയാണ് മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണമെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വിശദീകരണം. ഈ വാദം തള്ളുകയാണ് ഇടത് പഞ്ചായത്ത് ഭരണസമിതിയും. വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കത്തു നൽകി. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. 189 പേർക്കാണ് വേങ്ങൂർ പഞ്ചായത്തിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 41 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. രോഗബാധിതരുടെ ചികിത്സയ്ക്കായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ധനസമാഹരണം ആരംഭിച്ചു. വെന്റിലേറ്ററിലുള്ള വേങ്ങൂർ അമ്പാടൻ വീട്ടിൽ ശ്രീകാന്തിനും ഭാര്യ അഞ്ജനയ്ക്കുമാണ് ആദ്യം സഹായം നൽകുക. പഞ്ചായത്തിലുടനീളം വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളും തുടരും. 24 കൊച്ചി. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ 14 വയസ്സുകാരനെ കാണാനില്ല എന്നുള്ള പരാതി ഉയരുന്നു. മല്ലപ്പള്ളി മഞ്ഞത്താനം സ്വദേശി അഭിലാഷിന്റെ മകൻ ആദിത്യനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്നും 5 വർഷം കഴിഞ്ഞ് കാണാമെന്നും സൂചിപ്പിച്ചുള്ള കുറിപ്പ് വീട്ടിൽ നിന്ന് കണ്ടെത്തി. ഇന്നലെ രാവിലെ ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞാണ് ആദിത്യൻ വീട് വിട്ടിറങ്ങിയത്. സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്താഞ്ഞതോടെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങി. ബന്ധുവീട്ടിലും ആദിത്യന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടെയാണ് വീട്ടിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെന്നും 5 വർഷം കഴിഞ്ഞ് TV-യിൽ കാണാമെന്നുമാണ് കുറിപ്പ്. ഇന്നലെ വൈകിട്ട് ഇവിടെ പോലീസുകാർ വീട്ടിൽ വന്നായിരുന്നു.
അവർ വന്നപ്പോൾ ആ മൊബൈൽ നോക്കിയപ്പോഴാണ് കണ്ടത്. അവൻ ഭാര്യയുടെ മൊബൈൽ. അതിൽ അവൻ ഇവിടെ നേരത്തെ എഴുതി വെച്ചിട്ട് അതിൽ ഫോട്ടോ എടുത്തേക്കുക. ഒറിജിനൽ ഏതാണെന്ന് എന്തെന്നൊന്നും അറിയത്തില്ല, കണ്ടിട്ടില്ല, ഇവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ല. കീഴ്വായ്പൂർ പോലീസ് ചങ്ങനാശ്ശേരിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രദേശത്തെ CCTV ക്യാമറകളിലൊന്നും ആദിത്യൻ പതിഞ്ഞിട്ടുമില്ല. 24 പത്തനംതിട്ട. അടുത്ത വാർത്ത ബംഗളൂരുവിൽ നിന്നാണ്. ലൈംഗികാതിക്രമ കേസിൽ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണ ഇന്ന് ബംഗളൂരുവിൽ തിരിച്ചെത്തിയേക്കും. ജർമ്മനിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വിമാനത്താവളത്തിൽ വെച്ച് പ്രജ്വലിനെ കസ്റ്റഡിയിൽ എടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ഉച്ചയ്ക്ക് 12:05 പുറപ്പെട്ട് അർദ്ധരാത്രി 12:30 ബംഗളൂരുവിലെത്തുന്ന വിമാനത്തിലാണ് പ്രജ്വൽ രേവണ്ണ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നേരത്തെ തന്നെ റിസർവ് ചെയ്ത ടിക്കറ്റ് ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല. യാത്രാ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. പ്രജ്വൽ എത്തുകയാണെങ്കിൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ പ്രജ്വൽ വിദേശത്ത് നിന്ന് തിരിച്ചെത്തി കീഴടങ്ങുമെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഇന്റർപോളിന്റെ സഹായത്തോടെ വിദേശത്ത് നിന്ന് പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് പ്രജ്വൽ രേവണ്ണ ഇന്ന് ബംഗളൂരുവിൽ തിരിച്ചെത്തിയേക്കുമെന്ന വിവരം പുറത്തുവരുന്നത്. അതേസമയം കേസിൽ പീഡനത്തിനിരയായവർ പരാതി നൽകാൻ തയ്യാറാകാത്തതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെ പ്രതിസന്ധി. പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. 24 ബംഗളൂരു. വയനാട്ടിൽ മഴക്കോളുള്ള കാര്യം വസന്തകുമാർ അവിടെ നിന്ന് അറിയിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ മഴ മുന്നറിയിപ്പ് വാർത്ത നൽകിയിരുന്നുവല്ലോ. ഇനി നോക്കാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 200 സീറ്റ് പോലും തികയ്ക്കില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. ജൂൺ 4 ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കും. സൗജന്യ റേഷൻ 10 കിലോയായി ഉയർത്തുമെന്നും ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. BJPക്ക് ഇനി പടിയിറക്കത്തിന്റെ കാലമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ജൂൺ 4 ഇന്ത്യ സഖ്യം പുതിയ സർക്കാർ രൂപീകരിക്കുമെന്ന മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രഖ്യാപനം. कह सकता हूं 4 जून को इंडिया गठबंधन नई सरकार बनाने जा रही है. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ പാവപ്പെട്ടവർക്കുള്ള സൗജന്യ റേഷൻ 10 കിലോയായി വർദ്ധിപ്പിക്കുമെന്നും ഖർഗെ. 4ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ BJPയുടെ നുണപ്രചാരണങ്ങൾ ഉച്ചസ്ഥായിയിലെത്തിയെന്നും BJPക്ക് ഇനി ഇറക്കത്തിന്റെ കാലമെന്നും അഖിലേഷ് യാദവ്. भारतीय जनता पार्टी का रथ फंस नहीं गया है, धस गया है और इसीलिए उनकी भाषा बदली है. जो उन्हें अपने काम पर वोट मांगना था. BJPക്കും കോൺഗ്രസിനും എത്ര സീറ്റുകൾ ലഭിക്കുമെന്ന ചോദ്യത്തോട് BJP 200 പോലും തികക്കില്ലെന്ന് ഖർഗെ. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും പ്രകടന പത്രികയിലെ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പൊതുമിനിമം പരിപാടി രൂപീകരിക്കുമെന്നും ഖർഗെ വ്യക്തമാക്കി. 24 ഡൽഹി. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കെ കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് ക്ഷണിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിൽ മുഖപ്രസംഗം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള ശ്രമത്തിലായതുകൊണ്ട് ജോസ് കെ മാണിയുടെ മോഹങ്ങൾ നിറവേറ്റാൻ സാധിക്കില്ല എന്നാണ് മുഖപ്രസംഗത്തിൽ ഉള്ളത്. ഇത് പാർട്ടിയുടെയോ മുന്നണിയുടെയോ നിലപാടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും നിലവിൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മോൻസ് ജോസഫ് MLAയും പ്രതികരിച്ചു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ UDFിലേക്ക് സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അത് കോൺഗ്രസിന്റെയോ UDFിന്റെയോ ഔദ്യോഗികമായ ഒരു ആവശ്യമല്ല. ഞങ്ങൾ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്യണം, അതിനുശേഷം UDF ചർച്ച ചെയ്യണം, എന്നിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ അവരെ കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്യായിരുന്നു. ഇപ്പൊ അത് ആ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല. UDF നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ.
ഇതുവരെ UDF ഇത്തരത്തിലുള്ള ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. UDF ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ച് UDFിലെ ഒരു ഘടകകക്ഷി അഭിപ്രായം പറയുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. വീക്ഷണം സ്വാഭാവികമായും വീക്ഷണത്തിന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. വീക്ഷണം പറഞ്ഞ അഭിപ്രായം കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല, കേരള കോൺഗ്രസുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞേക്കുന്നതല്ല. കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയേണ്ട സമയത്ത് കേരള കോൺഗ്രസ് അഭിപ്രായം പറയും. മലയാള സിനിമയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റിവ്യൂ ബോംബിംഗ് പരാതി ഉയർന്നിരിക്കുകയാണ്. നിർമ്മാതാവ് സിയാദ് കോക്കറാണ് അശ്വന്ത് കോക്ക് എന്ന യൂട്യൂബർക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമ റിലീസായ ഉടൻ റിവ്യൂ ബോംബിംഗ് നടത്തി എന്നാണ് പരാതി. പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിച്ച് മലയാള സിനിമ മികവാർന്ന കാലത്തിലൂടെ മുന്നേറുമ്പോഴാണ് വീണ്ടും റിവ്യൂ ബോംബിംഗ് പരാതി ഉയരുന്നത്. അശ്വന്ത് കോക്ക് എന്ന പേരുള്ള യൂട്യൂബർക്കെതിരെ നിർമ്മാതാവ് സിയാദ് കോക്കറാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. താൻ നിർമ്മിച്ച മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമ റിലീസായതിന്റെ തൊട്ടടുത്ത ദിവസം ഉള്ളടക്കം മനസ്സിലാകുന്ന രീതിയിൽ റിവ്യൂ ബോംബിംഗ് നടത്തിയെന്നാണ് പരാതി. ഹൈക്കോടതിയടക്കം ഇടപെട്ടിട്ടും ചില നിക്ഷിപ്ത താൽപര്യക്കാർ മലയാള സിനിമയെ നശിപ്പിക്കുന്നതിനായി ബോധപൂർവം ഇറങ്ങിയിരിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് നിയമസഹായം ലഭിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സമീപിക്കാനാണ് നിർമ്മാതാവിന്റെ തീരുമാനം. പരാതി നൽകിയതോടെ സിനിമയുമായി ബന്ധപ്പെട്ട വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിലും യഥാർത്ഥ വസ്തുതകൾ ഉൾപ്പെടുത്തി യൂട്യൂബിൽ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നും അതുവരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നിർമ്മാതാവ് നിലപാടെടുത്തു. നേരത്തെ റിവ്യൂ ബോംബിംഗുമായി ബന്ധപ്പെട്ട് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസുകൾ എടുക്കുകയും നവമാധ്യമങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അവസാനിച്ച പ്രശ്നങ്ങളാണ് വീണ്ടും ഉയർന്നു വരുന്നത്. ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകാത്തതാണ് റിവ്യൂ ബോംബിംഗ് നടത്തുന്നവർക്ക് പ്രചോദനമാകുന്നതെന്നാണ് നിർമ്മാതാക്കളടക്കം പറയുന്നത്. നിയമ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കുന്നു. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനയുടെ തുടർ ചികിത്സയ്ക്കും നിയമസഹായത്തിനുമായി ധനസമാഹരണം തുടങ്ങി. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ MK രാഘവൻ MP ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 21-നാണ് ഹർഷീനയുടെ ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സ്ഥലത്ത് പഴുപ്പുണ്ട്. ഇത് നീക്കം ചെയ്യാനാണ് ശസ്ത്രക്രിയ. സർക്കാർ സഹായം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയയ്ക്കും കേസ് നടത്തിപ്പിനുമായുള്ള പണത്തിനായി ജനങ്ങൾക്ക് മുന്നിലെത്തിയത്. ധനസമാഹരണം MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഹർഷിനയുടെ ജീവൻ വെച്ച് സർക്കാർ പന്താടരുതെന്ന് MK രാഘവൻ. പാർട്ടി സെക്രട്ടറിയാണ് ഇവരെ വിളിച്ച് ചർച്ച നടത്തി. നിങ്ങൾ ആലോചിക്കണം, CPM ജില്ലാ സെക്രട്ടറി ഇവരെ വിളിച്ച് ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറില്ല. മറിച്ച് ഇങ്ങോട്ട് പറയുന്നു 5-ൽ കൂടുതൽ നൽകുന്ന വിഷയമില്ലെന്ന് പറഞ്ഞാൽ ഇവരാണോ തീരുമാനിക്കുന്നത്? ഗവൺമെന്റ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ഇത് വെച്ച് രാഷ്ട്രീയം കളിക്കാൻ CPM ശ്രമിക്കുന്നു. ആദ്യ ദിവസം മിഠായി തെരുവിലാണ് ധനസമാഹരണം നടത്തിയത്. കേസ് കഴിഞ്ഞ മാസം 19-ന് കുന്നമംഗലം കോടതി പരിഗണിച്ചെങ്കിലും പ്രതികൾ ഹാജരായിരുന്നില്ല. അടുത്ത മാസം 15-നാണ് ഇനി കേസ് പരിഗണിക്കുക. 24 കോഴിക്കോട്. രാജസ്ഥാനിലെ ചെമ്പ് ഖനിയിൽ ലിഫ്റ്റ് തകർന്ന് ഒരു മരണം. ഖനിയിൽ കുടുങ്ങിയ 14 പേരെ രക്ഷപ്പെടുത്തി. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് ഇവരെ പുറത്തെത്തിച്ചത്. രാജസ്ഥാനിലെ ജുൻജുനു ജില്ലയിലെ കോലിഹൻ ഹിന്ദുസ്ഥാൻ ഖനിയിൽ ഇന്നലെ രാത്രിയോടെയാണ് അപകടം. പരിശോധനയ്ക്കെത്തിയ വിജിലൻസ് ഓഫീസറടക്കം 15 പേരാണ് അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ 14 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും വിജിലൻസ് ഓഫീസർക്ക് ജീവൻ നഷ്ടമായി. കൊൽക്കത്തയിൽ നിന്നെത്തിയ വിജിലൻസ് സംഘവുമായി ഖനിയിലേക്ക് ഇറങ്ങിയ ലിഫ്റ്റിന്റെ ചെയിൻ പൊട്ടി താഴേക്ക് പതിക്കുകയായിരുന്നു. ഖനിയിൽ നിന്ന് പുറത്തെത്തിച്ചവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ആംബുലൻസും മെഡിക്കൽ സംഘവും അപകടമേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് സജ്ജമായിരുന്നു. അപകടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. മുംബൈയിൽ 14 പേരുടെ മരണത്തിനിടയാക്കിയ പരസ്യ ബോർഡ് അപകടത്തിൽ കമ്പനി ഉടമ ഭാവേഷ് ഭിന്റെ ഒളിവിൽ. ബലാത്സംഗ കേസ് ഉൾപ്പെടെ 23ഓളം കേസുകളിൽ പ്രതിയാണ് കമ്പനി ഉടമ. ബോർഡ് സ്ഥാപിക്കാൻ ഭൂമി വിട്ടു നൽകിയ റെയിൽവേ പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ചതും ദുരന്തത്തിന് കാരണമാണ്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ ഇടം പിടിച്ച കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചത് 2 വർഷം മുമ്പ്. ഗവൺമെന്റ് റെയിൽവേ പോലീസാണ് ഈഗോ മീഡിയ എന്ന കമ്പനിക്ക് 10 വർഷത്തേക്ക് ഭൂമി നൽകിയത്. വെൽഫെയർ ഫണ്ടിലേക്ക് പണം കണ്ടെത്താനുള്ള വഴിയായിരുന്നു ഈ ഭൂമി വിട്ടു നൽകൽ. എന്നാൽ കോർപ്പറേഷൻ അനുമതിയില്ലാതെ ബോർഡ് സ്ഥാപിച്ചതിനെക്കുറിച്ചോ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാതെയുള്ള അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ചോ റെയിൽവേ പോലീസിന് അറിവില്ല. ഇക്കഴിഞ്ഞ മെയ് 2-ന് ബോർഡ് നീക്കണമെന്ന ആവശ്യവുമായി കോർപ്പറേഷൻ കത്തയച്ചിരുന്നു. ഇതിൽ നടപടിയെടുത്തു വരവേ ബോർഡ് വീണുപോയി എന്നതാണ് ഇപ്പോഴത്തെ ന്യായവാദം. 2 വർഷമായി കോർപ്പറേഷൻ എവിടെയായിരുന്നു എന്ന ചോദ്യവും ബാക്കിയാണ്. പ്രദേശത്ത് ഇതുപോലെ കെട്ടിപ്പൊക്കിയ 3 ബോർഡുകൾ ഇപ്പോൾ പൊളിച്ചു നീക്കുന്നുണ്ട്.
അതേസമയം ഈഗോ മീഡിയയുടെ ഉടമ ഭാവേഷ് ബിണ്ടെ എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ബലാത്സംഗ കേസിൽ വിചാരണ നേരിടുന്നയാളാണ്. വേറെയും 22 കേസുകൾ. ഒരിക്കൽ നിയമസഭയിലേക്ക് ഇയാൾ സ്വതന്ത്രനായി മത്സരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടാണ് മുംബൈയിലെ ഘാട്ട്കോപ്പറിൽ കൂറ്റൻ ബോർഡ് പെട്രോൾ പമ്പിന് മുകളിലേക്ക് വീണത്. 80-ലേറെ പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. 24 മുംബൈ. ഇനി നമ്മൾ തമിഴ്നാട്ടിലൊരു അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. തമിഴ്നാട് ചെങ്കൽപ്പേട്ടിലുണ്ടായ 2 വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ അമ്മയും മക്കളും ഉൾപ്പെടെ 9 പേർ മരിച്ചു. കൽപ്പാക്കത്തും മധുരാന്തകത്തുമാണ് അപകടമുണ്ടായത്. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ചെന്നൈ പുതുച്ചേരി റൂട്ടിലെ കൽപ്പാക്കം വയലൂരിൽ ഇന്നലെ രാത്രിയിലുണ്ടായ അപകടത്തിൽ 5 യുവാക്കളാണ് മരിച്ചത്. പുതുച്ചേരിയിൽ നിന്നും തിരികെ വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാറിന് കുറുകെ പശു ചാടിയതാണ് അപകട കാരണം. നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത്. ചെന്നൈ വടവളനി സ്വദേശികളായ യുവരാജ്, മാതേഷ്, വിഘ്നേഷ്, രാജേഷ്, ഏഴുമല എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ മധുരാന്തകത്താണ് രണ്ടാമത്തെ അപകടം. ലോറിക്ക് പിന്നിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കടലൂർ സ്വദേശി അബ്ദുളിന്റെ ഭാര്യ സൈഫുനീസ, മക്കളായ അക്ബർ, വിശാൽ, ഫൈസൽ എന്നിവരാണ് മരിച്ചത്. അബ്ദുളിനെ വിമാനത്താവളത്തിലാക്കി തിരികെ മടങ്ങുമ്പോഴായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ കാർ ഡ്രൈവർ ശരവണനെ ചെങ്കൽപ്പേട്ട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 24 ചെന്നൈ. അരുൺ കെവിക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്ന് കുട്ടി ഉപേക്ഷിച്ചു. ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്ത നിങ്ങൾ കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു അരുൺ അത് കൊടുക്കത്തില്ല? നമ്മൾ ആദ്യമേ തന്നെ നൽകിയ വാർത്തകളിൽ ഒന്നാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്നു എന്നുള്ളത്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ അടക്കം ഉൾപ്പെടുത്തി നമ്മൾ വാർത്ത നൽകിയിരുന്നു. അരുൺ അത് കാണാത്തതാണ്. ഒന്ന് ബാക്കിലേക്ക് പോയി ആ വാർത്ത ഒന്ന് കണ്ടു നോക്കൂ അരുൺ. നമുക്ക് നോക്കാം ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കർണാടക ഹുബ്ബള്ളിയിൽ പ്രണയം നിരസിച്ചതിന് 20-കാരിയെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് അഞ്ജലി എന്ന വിദ്യാർത്ഥി. കൊലപാതകം വീട്ടിൽ അതിക്രമിച്ചു കയറി. പ്രതി പോലീസ് കസ്റ്റഡിയിൽ. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസിനെതിരെ നേരത്തെയും പീഡന പരാതി ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ട്. ഡൽഹിയിലെ ആഡംബര ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആന്ധ്രാപ്രദേശിലെ പൾനാട് ജില്ലയിൽ നിരോധനാജ്ഞ നടപടി തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ. വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. കുഴിനകം ചികിത്സിക്കാൻ ഡോക്ടറെ വീട്ടിൽ വിളിച്ചു വരുത്തിയ തിരുവനന്തപുരം ജില്ലാ കളക്ടറേത് മെഡിക്കൽ ചട്ടങ്ങളുടെ ലംഘനം. അടുത്ത് ആശുപത്രി ഇല്ലാതിരിക്കുകയോ ഗുരുതരാവസ്ഥയിലാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനാകൂ എന്നാണ് സർവീസ് ചട്ടം. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് മെഡിക്കൽ അറ്റൻഡൻസ് ചട്ടപ്രകാരം കളക്ടർക്ക് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ച് ചികിത്സ നേടാൻ അനുവാദമില്ല. ഗുരുതരാവസ്ഥയിലായിരിക്കുകയോ ആശുപത്രി ദൂരെയാണെങ്കിലോ മാത്രമേ വീട്ടിൽ ചികിത്സ തേടാനാകൂ. കളക്ടർ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സർക്കാർ ആശുപത്രിയിൽ തന്നെ സൗജന്യ ചികിത്സ തേടാവുന്നതാണ്. ഇത് ലംഘിച്ചാണ് തിരുവനന്തപുരം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ കളക്ടർ ജെറോമിക് ജോർജ് വീട്ടിൽ വിളിച്ചു വരുത്തിയത്. കളക്ടറുടെ വസതിക്ക് 1 കിലോമീറ്ററിനുള്ളിൽ സർക്കാർ ആശുപത്രി ഉണ്ടായിട്ടും തിരക്കേറിയ സമയത്ത് ഡോക്ടറെ വിളിച്ചു വരുത്തിയത് ഗുരുതര ചട്ടലംഘനമാണെന്നാണ് ആരോപണം. ഡോക്ടറെ വിളിച്ചു വരുത്തിയ നടപടിയെ അനുകൂലിച്ച് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ B അശോക് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കളക്ടറുടെ നടപടി സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിക്കുന്ന രേഖകൾ പുറത്തുവന്നത്. 24 തിരുവനന്തപുരം. ജോസ്വിന്റെ ഒരു കമന്റ് വരുന്നുണ്ട്. ജോസിന് ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയത്തിൽ കമന്റ് ചെയ്യുന്നതാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക എപ്പോൾ കിട്ടുമെന്ന് അറിയുമോ എന്നുള്ളതാണ് ചോദ്യം. പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്ന സമയത്ത് അതൊരു വാർത്താക്കുറിപ്പായി ധനവകുപ്പ് അറിയിക്കാറുണ്ട്. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് അടുത്തിടെ വന്നിട്ടില്ല. ആ സമയത്ത് തീരുമാനം വരുമ്പോൾ അത് പുറത്തു വരുമെന്നാണ് ജോസ്വിൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് റെയിൽവേ ഗേറ്റിൽ കുടുങ്ങിയതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ രോഗി മരിച്ചു. കടലുണ്ടി സ്വദേശി ഹുസൈൻ കോയയാണ് മരിച്ചത്. രോഗിയെ ചുമന്ന് ഗേറ്റിന് മറുവശത്ത് എത്തിക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. അന്വേഷണ കമ്മീഷനെ വെച്ച സ്ഥിതിക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയുടെ ആരോപണം നിഷേധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തെളിയിച്ചാൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമെന്ന് മറുപടി. പുരപ്പുറ സോളാർ സ്ഥാപിച്ചവർക്ക് നെറ്റ് ബില്ലിംഗ് തുടരുമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ഗ്രോസ് ബില്ലിംഗിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വിശദീകരണം. നിലപാട് വ്യക്തമാക്കിയത് തിരുവനന്തപുരത്ത് നടക്കുന്ന തെളിവെടുപ്പിന് മുന്നോടിയായി. മലപ്പുറം നിലമ്പൂർ മുത്തേടത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. സംഭവം ഇന്ന് പുലർച്ചെ 6 മണിയോടെ വീട്ടുകാർ ശബ്ദമുണ്ടാക്കി ആനയെ വനമേഖലയിലേക്ക് തുരത്തി.
നടൻ വിനായകന് കൽപ്പാത്തി ക്ഷേത്രത്തിൽ വിലക്കേർപ്പെടുത്തിയെന്ന വാർത്തകൾ വ്യാജമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. രാത്രി 11 മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചതെന്ന് വിശദീകരണം. തർക്കമുണ്ടായിട്ടില്ലെന്ന് വാർഡ് മെമ്പർ സുഭാഷ് കൽപ്പാത്തി 24നോട്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാകാൻ VVS ലക്ഷ്മൺ ഇല്ല എന്ന റിപ്പോർട്ടുകൾ. രാഹുൽ ദ്രാവിഡിന് പിന്നാലെ ലക്ഷ്മണൻ പിന്മാറുന്നതോടെ ടീം ഇന്ത്യക്ക് വിദേശ പരിശീലകൻ തന്നെ എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പായി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡിന് പിൻഗാമിയെ തേടുകയാണ് BCCI. 1996 മുതൽ കളിക്കാരനായും ദേശീയ ക്രിക്കറ്റ് അക്കാദമി തലവനായും അണ്ടർ 19 ടീമിന്റെയും പിന്നീട് ദേശീയ ടീമിന്റെയും പരിശീലകനായും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ ദ്രാവിഡ് കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പിന്മാറ്റം പ്രഖ്യാപിച്ചത്. ഒരു കാലത്ത് രാഹുൽ ദ്രാവിഡിനൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മധ്യനിരയുടെ നട്ടെല്ലും ഇപ്പോഴത്തെ NCA തലവനുമായ VVS ലക്ഷ്മൺ പുതിയ പരിശീലകനാകുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. രാഹുൽ ദ്രാവിഡിന്റെ അഭാവങ്ങളിൽ ഏഷ്യൻ ഗെയിംസിലടക്കം ലക്ഷ്മണായിരുന്നു ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ചത്. എന്നാൽ സ്ഥിരം പരിശീലകനാകാൻ താല്പര്യമില്ലെന്ന് ലക്ഷ്മണം അറിയിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തുകൊണ്ടെന്ന കാരണം വ്യക്തമല്ല. ഇതോടെ ടീം ഇന്ത്യക്ക് തന്ത്രങ്ങളോതാൻ വിദേശ പരിശീലകൻ തന്നെ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ന്യൂസിലാൻഡ് മുൻ നായകനും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരിശീലകനുമായ സ്റ്റീഫൻ ഫ്ലെമിങ്ങിനോടാണ് BCCIക്ക് താല്പര്യം കൂടുതൽ. ഓസ്ട്രേലിയൻ മുൻതാരങ്ങളായ റിക്കി പോണ്ടിംഗ്, ടോം മൂഡി, ജസ്റ്റിൻ ലാംഗർ എന്നിവരും സാധ്യതാ പേരുകളായുണ്ട്. ഇനി രവിശാസ്ത്രിക്ക് ഒരവസരം കൂടി കൊടുക്കാൻ BCCI താല്പര്യപ്പെടുമോ, അല്ലെങ്കിൽ ഗൗതം ഗംഭീറിന്റെ ഗ്രാൻഡ് എൻട്രിയോ എന്നും കണ്ടറിയണം. സ്പോർട്സ് ഡെസ്ക് 24. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.